നമസ്കാരം. പെർമ്യൂട്ടേഷൻസിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പെർമ്യൂട്ടേഷൻ എന്താണെന്ന് പഠിച്ചു. പെർമ്യൂട്ടേഷൻസ് രണ്ട് ടൈപ്പ് പെർമ്യൂട്ടേഷൻസ് ആണ് പഠിച്ചത്. ഒന്ന് എൻ ഡിഫറൻറ്റ് ഒബ്ജക്ട്സ്, അതിൽ 6 എണ്ണം ഒരു സമയത്തെടുത്ത് അറേഞ്ച് ചെയ്യുന്നു. നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് ഓഫ് n ഡിഫറൻറ്റ് ഒബ്ജക്ട്സ് ടേക്കൺ r അറ്റ് എ ടൈം. ആകെ n ഉണ്ട്, അതിലൊരു സമയത്ത് 6 എണ്ണമാണ് എടുത്ത് അറേഞ്ച് ചെയ്യുന്നത്. n ഡിഫറൻ്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് ആണ്, അതിൽ 6 എണ്ണം എടുക്കുന്നു. റെപ്പറ്റീഷൻസ് നോട്ട് അലൗഡുമാണെങ്കിൽ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ് NPR ആണെന്ന് പഠിച്ചു. എന്നാൽ റെപ്പറ്റീഷൻ അലൗഡ് ആണെങ്കിൽ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ് n⁻⁴ ആണെന്നും പഠിച്ചു. അപ്പോൾ ഇത് വെച്ചുകൊണ്ടുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഹൗ മെനി 4-digit numbers can be formed using the digits 4, 5, 6, 7, 8, 9? അതിൽ എ പാർട്ട് ഇഫ് നോ ഡിജിറ്റ് ഈസ് റിപ്പീറ്റഡ്. ഇവിടെ 4-digit നമ്പർ ഫോം ചെയ്യണം. ഒരു നമ്പർ ഫോം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു അറേഞ്ച്മെൻ്റ് അല്ലേ? ഇപ്പോൾ ഒരു 4-digit നമ്പർ ഫോം ചെയ്യുക എന്ന് പറഞ്ഞാൽ 4 നമ്പറുകളെ എടുത്ത് ഒരു റോയിൽ അറേഞ്ച് ചെയ്ത് വെച്ചാൽ ഒരു 4-digit നമ്പറായി. അപ്പോൾ ഹൗ മെനി 4-digit numbers can be formed? എത്ര 4-digit നമ്പർ ഫോം ചെയ്യാം എന്ന് ചോദിച്ചാൽ എത്ര അറേഞ്ച്മെൻ്റ് ഉണ്ടെന്ന് ചോദിക്കുന്നതിന് തുല്യമാണ്. എന്തുപയോഗിച്ചാൽ യൂസിങ് ദ ഡിജിറ്റ് 4, 5, 6, 7, 8, 9. 4, 5, 6, 7, 8, 9 എന്ന് പറയുമ്പോൾ 6 ഡിജിറ്റുകളാണ് ഉള്ളത്. ആ 6 ഡിജിറ്റുകൾ ഉപയോഗിച്ചാണ് ഒരു 4-digit നമ്പർ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ എന്ത് വേണം? ആകെ 6 ഡിജിറ്റ്സ് ഉണ്ട്. ആ 6 ഡിജിറ്റുകളിൽ നിന്നും ഒരു സമയത്ത് 4 എണ്ണം എടുക്കണം. എടുത്തിട്ട് അറേഞ്ച് ചെയ്യണം. അറേഞ്ച് ചെയ്യുമ്പോൾ ഒരു 4-digit നമ്പറായി. 6 ഡിജിറ്റുകളുണ്ട്. ഏതൊക്കെയാണ്? 4, 5, 6, 7, 8, 9. 6 ഡിജിറ്റുകൾ ഉണ്ട്. ഈ 6 ഡിജിറ്റുകളിൽ നിന്ന് 4 ഡിജിറ്റുകൾ ഒരു സമയത്ത് എടുത്തിട്ട് ആ 4 ഡിജിറ്റിനെ അറേഞ്ച് ചെയ്യുമ്പോഴാണ് ഒരു 4-digit നമ്പർ ഉണ്ടാവുന്നത്. അപ്പോൾ എത്ര 4-digit നമ്പർ ഉണ്ടാവാം എന്ന് ചോദിച്ചാൽ എത്ര അറേഞ്ച്മെൻ്റ് ഉണ്ടാവും എന്ന് കണ്ടുപിടിച്ചാൽ പോരെ. എത്ര അറേഞ്ച്മെൻറ്റുകൾ ഉണ്ടാവും? ആകെയുള്ള ഡിജിറ്റ്സിൻ്റെ എണ്ണം 6 ആണ്. 4-digit നമ്പറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു സമയത്ത് എടുക്കേണ്ടുന്ന ഡിജിറ്റുകളുടെ എണ്ണം 4 ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ആലോചിച്ച് നോക്കിയേ. ആകെ n എണ്ണമുണ്ട്, അതിൽ 6 എണ്ണം എടുത്ത് അറേഞ്ച് ചെയ്യുന്നുവെങ്കിൽ അറേഞ്ച്മെൻറ്റുകളുടെ എണ്ണം NPR. അത് തന്നെയല്ലേ ഇവിടെ. ആകെ 6 ഡിജിറ്റുകളുണ്ട്, അതിൽ 4 എണ്ണം എടുത്താണ് അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അറേഞ്ച്മെൻറ്റുകളുടെ എണ്ണം 6P4 ആയിരിക്കും. റെപ്പറ്റീഷൻ നോട്ട് അലൗഡ് ആയതുകൊണ്ടാണ്, നോ ഡിജിറ്റ് ഈസ് റിപ്പീറ്റഡ് എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് 6P4 വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ എഴുതാം. there are 6 digits. Number of 4-digit numbers formed if no digit is repeated. ഒരു ഡിജിറ്റും റിപ്പീറ്റ് ചെയ്യുന്നില്ല എങ്കിൽ ഫോം ചെയ്യുന്ന 4-digit നമ്പറുകളുടെ എണ്ണം 6P4. 6P4 കാണാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 6P4 കാണണമെങ്കിൽ 6ൽ തുടങ്ങി 1 വീതം കുറച്ച് 4 എണ്ണം എഴുതണം. അപ്പോൾ 6 × 5 × 4 × 3. ഇതാണ് 6P4. ഫോർമുലയുണ്ട്, ഫോർമുലയിലേക്ക് അങ്ങനെ പോകണം. n⁻⁴ എന്ന ഫോർമുലയിലേക്ക് പോകേണ്ടതില്ല. നമുക്ക് ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. 6 × 5 × 4 × 3 = 360. അത്രയും 4-digit നമ്പേഴ്സ് ഫോം ചെയ്യാം. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ NPR ഒന്നും പറയാതെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ മാത്രം അപ്ലൈ ചെയ്തുകൊണ്ട് ചെയ്തായിരുന്നു. അവിടെ നമ്മൾ ചെയ്തത് 4 സ്ഥാനങ്ങളെന്ന് കണക്കാക്കിയിട്ട് 6 ഡിജിറ്റ് ഉണ്ടെങ്കിൽ ഒന്നാമത്തെ സ്ഥാനത്ത് 6 എണ്ണവും എഴുതാം. ഒന്നാമത്തെ സ്ഥാനത്ത് എഴുതി കഴിയുമ്പോൾ 5 എണ്ണമേ ബാക്കിയുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ സ്ഥാനത്ത് 5 എണ്ണം എഴുതാം. 2 എണ്ണം എഴുതി കഴിയുമ്പോൾ ഇനി 4 എണ്ണമേ ബാക്കിയുള്ളൂ. മൂന്നാമത്തെ സ്ഥാനത്ത് 4 എണ്ണം എഴുതാം. നാലാമത്തെ സ്ഥാനത്ത് 3 എണ്ണം എഴുതാം. അങ്ങനെ ആണെങ്കിൽ ആകെ എത്ര രീതിയിൽ എഴുതാം? 6 × 5 × 4 × 3 എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്തു. അത് തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു പുതിയ ഫോമുല നമ്മൾ ഉപയോഗിച്ചു. NPR എന്ന ഫോമുല ഉപയോഗിച്ചപ്പോൾ അത്രയും ഒന്നും ഡീറ്റെയിൽ ആയിട്ട് എഴുതേണ്ടതില്ല. അപ്പോൾ ആ ഒരു പ്രോബ്ലം നമ്മൾ അങ്ങനെ എഴുതിയത് ഈ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് എന്താണെന്ന് മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഒന്നും പ്രോബ്ലം ചെയ്യുമ്പോൾ അത് ഉപയോഗിക്കേണ്ട, ഈ NPR ഉപയോഗിച്ചാൽ മതി. അത് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ നമ്പർ ഓഫ് 4-digit നമ്പേഴ്സ് ഫോംഡ് ഇഫ് നോ ഡിജിറ്റ് ഈസ് റിപ്പീറ്റഡ് ഈസ് ഈക്വൽ ടു 6P4. ഇറ്റ് ഈസ് 6 × 5 × 4 × 3. എന്നാൽ ഡിജിറ്റ്സ് ക്യാൻ ബി റിപ്പീറ്റഡ് ആണെങ്കിൽ അതും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആകെ n എണ്ണമുണ്ട്, 6 എണ്ണം അറേഞ്ച് ചെയ്യുന്നു. റിപ്പീറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ അവിടെ NPR അല്ല ഫോമുല, അവിടെ ഫോമുല n⁻⁴ ആണ്. ഇവിടെ 6 ഡിജിറ്റ് ഉണ്ട്, ഒരു 4-digit നമ്പറാണ് ഫോം ചെയ്യേണ്ടത്. മീൻസ് ഒരു സമയത്ത് 4 എണ്ണമാണ് എടുക്കേണ്ടത്. പക്ഷേ റിപ്പീറ്റ് ചെയ്യാമെന്ന് പറയുന്നു. അപ്പോൾ n⁻⁴ ആണ്. ദാറ്റ് മീൻസ് 6⁻⁴ ആണ്. അപ്പോൾ നമ്പർ ഓഫ് 4-digit നമ്പേഴ്സ് ഫോംഡ് ഇഫ് നോ ഡിജിറ്റ് ഈസ് റിപ്പീറ്റഡ്. നോ ഡിജിറ്റ് ഈസ് റിപ്പീറ്റഡ് എന്നല്ല, കറക്റ്റ് ചെയ്തോളാം. ഇഫ് ഡിജിറ്റ്സ് ക്യാൻ ബി റിപ്പീറ്റഡ് എന്നാണ്. ഇവിടെ ബി പാർട്ടിനെ ഒന്ന് അങ്ങനെ ആ രീതിയിൽ കറക്റ്റ് ചെയ്യേണ്ടി വരും. നമ്പർ ഓഫ് 4-digit നമ്പേഴ്സ് ഫോംഡ് ഇഫ് ഡിജിറ്റ്സ് ക്യാൻ ബി റിപ്പീറ്റഡ്.
എന്നാക്കിക്കൊള്ളാം. നോ ഡിജിറ്റ് എന്ന് വായിക്കരുത്, നോട്ട് തരുമ്പോൾ അത് കറക്റ്റ് ചെയ്ത് തരാം. കോപ്പി പേസ്റ്റ് ചെയ്തപ്പോൾ പറ്റിയ മിസ്റ്റേക്കാണ്. ഇഫ് ഡിജിറ്റ് ക്യാൻ ബി റിപ്പീറ്റഡ് ഈസ് ഈക്വൽ ടു 6 raised to 4 n raised to r. 6 raised to 4 മീൻസ് 6 × 6 × 4 പ്രാവശ്യം 1396. അപ്പോൾ ഈ രണ്ട് വ്യത്യാസങ്ങൾ മനസ്സിലായല്ലോ. 6 ഡിജിറ്റുകളുണ്ട്, 4 ഡിജിറ്റുള്ള നമ്പറാണ് ഉണ്ടാക്കേണ്ടത്. 4 ഡിജിറ്റുള്ള നമ്പർ ഉണ്ടാക്കണമെങ്കിൽ 4 നമ്പറുകളെ എടുത്ത് അറേഞ്ച് ചെയ്യണം. അത് റെപ്പറ്റീഷൻ നോട്ട് അലൗഡ് ആണെങ്കിൽ NPRഉം റെപ്പറ്റീഷൻ അലൗഡ് ആണെങ്കിൽ n raised to rഉമാണ്. അപ്പോൾ ഈ നമ്പർ ഫോർമേഷൻ എല്ലാം തന്നെ അറേഞ്ച്മെൻ്റ് ആണെന്ന് മനസ്സിലാക്കുക. ഇത് ക്ലിയർ ആയി കാണുമെന്ന് കരുതുന്നു. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. How many 4-digit numbers can be formed using the digits 0, 2, 3, 4, 6, 7? If no digit is repeated, digits can be repeated. ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് വിചാരിക്കും അതിപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തത് തന്നെ അല്ലേ, പിന്നെന്താ പ്രശ്നം? 4-digit നമ്പർ ഫോം ചെയ്യണം. 0, 2, 3, 4, 6, 7 6 ഡിജിറ്റുകളാണുള്ളത്. 4-digit നമ്പറാണ് ഫോം ചെയ്യേണ്ടത് അല്ലേ? ഡിജിറ്റുകളുടെ എണ്ണം 6ആണ്. 0, 2, 3, 4, 6, 7 6 ഡിജിറ്റുകളുണ്ട്. ഫോം ചെയ്യേണ്ടത് 4-digit നമ്പറാണ്. അപ്പോൾ എത്ര എണ്ണം ഫോം ചെയ്യാമെന്ന് ചോദിച്ചാൽ നിങ്ങളിപ്പോൾ പെട്ടെന്ന് ചിന്തിക്കാൻ പോകുന്നത് നേരത്തെ കഴിഞ്ഞ തൊട്ട് മുമ്പ് ചെയ്ത പ്രോബ്ലം തന്നെ അല്ലേ, ഡിജിറ്റുകളൊന്ന് മാറ്റി തന്നല്ലേ ഉള്ളൂ. അപ്പോൾ റെപ്പറ്റീഷൻ നോട്ട് അലൗഡ് ആണെങ്കിൽ 6p4ഉം റെപ്പറ്റീഷൻ അലൗഡ് ആണെങ്കിൽ 6 raised to 4ഉം ആണല്ലോ. ഇതായിരിക്കും നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുന്നത്. പക്ഷേ ആ ചോദ്യം ഒന്നുകൂടി ശ്രദ്ധിച്ച് നോക്കുക. അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഒരു പ്രശ്നക്കാരനുണ്ട് അവിടെ. ആരാണ് പ്രശ്നക്കാരൻ? 0. എന്താ 0 പ്രശ്നക്കാരനാവുന്നത്? 0 പ്രശ്നക്കാരനാവുന്നത് 4 ഡിജിറ്റ് ഉള്ള നമ്പറാണ് ഫോം ചെയ്യേണ്ടത്. നമ്മൾ ആദ്യത്തെ ഡിജിറ്റ് ഉണ്ടല്ലോ 1000 പ്ലേസ് എന്ന് പറയും. ആ ഡിജിറ്റുകൾ 4 ഡിജിറ്റ് നമ്മൾ ഇനി അറ്റത്ത് തന്നെ 1s പ്ലേസ് അല്ലെങ്കിൽ യൂണിറ്റ് പ്ലേസ് എന്ന് പറയും. ഇത് 10s പ്ലേസ് എന്ന് പറയും. ഇത് 100s പ്ലേസ് എന്ന് പറയും. 1000s പ്ലേസ് എന്ന് പറയും. ലെഫ്റ്റ് അവിടെ നമുക്ക് 0 എഴുതാൻ പറ്റത്തില്ല. കാരണം അവിടെ 0 എഴുതിയാൽ അതൊരു 4-digit നമ്പർ ആവത്തില്ല. അപ്പോൾ ആ ഒരു പ്രശ്നമുണ്ട്. കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഡിജിറ്റുകളുടെ കൂട്ടത്തിൽ 0 ഉണ്ടായിരുന്നില്ല. അപ്പോൾ 0യും കൂടെ വന്നപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അവിടെ 0 എഴുതാൻ പറ്റില്ല. വി കനോട്ട് ഫിൽ 1000s പ്ലേസ് വിത്ത് 0. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത പ്രോബ്ലം ചെയ്ത രീതിയിൽ നമുക്കിത് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതാണ് ഇവിടുത്തെ പ്രശ്നം. 1000s പ്ലേസിൽ നമുക്ക് 0 എഴുതാൻ പറ്റത്തില്ല. കാരണം 1000s പ്ലേസിൽ 0 എഴുതിയാൽ അതൊരു 4-digit നമ്പർ ആകില്ല. അപ്പോൾ പിന്നെ ഈ പ്രോബ്ലം ചെയ്യുന്നത് എങ്ങനെ? അവിടെയാണ് ചിന്തിക്കേണ്ടത്. നമുക്ക് 6 ഡിജിറ്റുകളാണല്ലോ ഉള്ളത്. 1000s പ്ലേസിൽ 0 എഴുതാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. 0 എഴുതാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ബാക്കി നമ്പറുകളെല്ലാം എഴുതുന്നതിന് പ്രശ്നമൊന്നുമില്ല. ബാക്കി എത്ര എണ്ണമുണ്ട്? 0യെ ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി 5 ഡിജിറ്റ് ഉണ്ട്. 2, 3, 4, 6, 7 5 ഡിജിറ്റ്സ് ഉണ്ട്. ആ 5 ഡിജിറ്റിൽ ഏത് വേണമെങ്കിലും 1000s പ്ലേസിൽ എഴുതാമല്ലോ. അപ്പോൾ 1000s പ്ലേസ് 5 വേസിൽ ഫിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഒന്നുകൂടെ പറയാം. there are 6 digits. We cannot fill 1000s place with 0. 1000s place 0 ഉപയോഗിച്ച് ഫിൽ ചെയ്യാൻ കഴിയില്ല. Therefore 1000s place can be filled in 5 ways. അപ്പോൾ ഈ പ്ലേസ് 5 രീതിയിലാണ് ഫില്ല് ചെയ്യാൻ പറ്റുന്നത്. അതൊന്ന് മനസ്സിൽ ഓർത്ത് വയ്ക്കുക. 1000s place 5 വേസിൽ ഫില്ല് ചെയ്യാം. ഇനി 1000s പ്ലേസ് ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ 1000s പ്ലേസ് ഫില്ല് ചെയ്യുക എന്ന് പറയുമ്പോൾ 0 ഒഴികെയുള്ള മറ്റ് 5 ഡിജിറ്റുകളിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും അവിടെ ഉപയോഗിക്കുന്നത്. റെപ്പറ്റീഷൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. റെപ്പറ്റീഷൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് അവിടെ എഴുതിയ ഡിജിറ്റിന് വീണ്ടും എഴുതാൻ പറ്റത്തില്ല. അപ്പോൾ ഇനി എത്ര ഡിജിറ്റ് ബാക്കി ഉണ്ടാവും? നമുക്ക് ആകെ 6 ഡിജിറ്റാണല്ലോ ഉള്ളത്. അതിൽ 0 അല്ലാത്ത ഒരെണ്ണമാണ് ഇവിടെ എഴുതിയത്. അപ്പോൾ ഇനി ബാക്കി എത്ര എണ്ണം ഉണ്ടാവും? ബാക്കി 5 ഡിജിറ്റ് ഉണ്ടാവും. ഇനി നമുക്ക് 0യ്ക്ക് പ്രശ്നമില്ല. ഇനി 1000s പ്ലേസ് ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ ഇനിയുള്ള പ്ലേസുകളിൽ 0 ഉപയോഗിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. 1000s പ്ലേസിൽ മാത്രമേ 0യ്ക്ക് പ്രശ്നം വരുന്നുള്ളൂ. ബാക്കി ഏത് പ്ലേസിലും 0യെ നമുക്ക് ഉപയോഗിക്കാം. അതുകൊണ്ട് ഇനി 5 ഡിജിറ്റുകൾ ബാക്കിയുണ്ട്. എങ്ങനെ 5 ഡിജിറ്റുകൾ ബാക്കി വന്ന് 6 ഡിജിറ്റ് ഉണ്ടായിരുന്നതിൽ ഒരെണ്ണം 1000s പ്ലേസിൽ എഴുതുന്നു. അപ്പോൾ ആ ഡിജിറ്റിന് പറ്റില്ല. അതൊഴിച്ച് ബാക്കി 5 ഡിജിറ്റുകളുണ്ട്. ആ 5 ഡിജിറ്റുകൾ ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഇനി 1000s പ്ലേസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞു. 1000s പ്ലേസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഫില്ല് ചെയ്യാൻ 3 പ്ലേസുകളാണ് ബാക്കിയുള്ളത്. അപ്പോൾ 5 ഡിജിറ്റും 3 പ്ലേസസുമാണ് ഇനി ഉള്ളത്. നമ്മൾ ആലോചിച്ച് നോക്കുക. അറേഞ്ച്മെൻറ്റ് തന്നെയാണ്. ഒരു നമ്പർ ഫോം ചെയ്യാന്ന് പറഞ്ഞാൽ അറേഞ്ച്മെൻറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ടോട്ടൽ n എണ്ണം ഉണ്ട്. അതിൽ 6 എണ്ണം എടുത്ത് അറേഞ്ച് ചെയ്യുന്നുവെങ്കിൽ അറേഞ്ച്മെൻറ്റ്സിൻ്റെ എണ്ണം NPR എന്ന് പറഞ്ഞു. അപ്പോൾ 5 ഡിജിറ്റ്സ് ഉണ്ട്. ഫില്ല് ചെയ്യാൻ 3 പ്ലേസ് ഉണ്ട്. ഫില്ല് ചെയ്യാൻ 3 പ്ലേസ് ഉണ്ടെന്ന് പറയുമ്പോൾ 3 എണ്ണം എടുത്താണ് ഇനി അറേഞ്ച്മെൻറ്റ് നടത്തേണ്ടത്. 5 എണ്ണം 5 ഡിജിറ്റിൽ നിന്ന് 3 എണ്ണമാണ് എടുത്ത് അറേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ ആ 3 എണ്ണം അറേഞ്ച് ചെയ്യുമ്പോൾ അറേഞ്ച്മെൻറ്റിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 5p
3 ആയിരിക്കും. അപ്പോൾ ഒന്നുകൂടെ സെൻറ്റൻസ് നോക്കാം. ഇവിടെ പറഞ്ഞു നോക്കിയേ, തൗസൻഡ്സ് പ്ലേസ് ക്യാൻ ബി ഫിൽഡ് ഇൻ 5 ways. തൗസൻഡ്സ് പ്ലേസ് 5 രീതിയിൽ ഫിൽ ചെയ്യാം. നൗ ദെയർ ആർ 5 ഡിജിറ്റ്സ്. ഇനി ബാക്കി 5 ഡിജിറ്റ് ഉണ്ട്. നേരത്തെ പറഞ്ഞല്ലോ 5 ഡിജിറ്റ് എങ്ങനെയാണ് വന്നതെന്ന്. ഒരെണ്ണം തൗസൻഡ് പ്ലേസിൽ ഉപയോഗിച്ച് കഴിഞ്ഞു. ഇനി ബാക്കി 5 എണ്ണം ഉണ്ട്. ഇനി പ്ലേസുകളോ ഒരെണ്ണം ഫില്ല് ചെയ്ത് കഴിഞ്ഞല്ലോ. ഇനി 3 പ്ലേസേ ഉള്ളൂ. ആൻഡ് 3 places ടു ഫില്ല്. 5 ഡിജിറ്റും 3 പ്ലേസും. അതുകൊണ്ട് ദേ ക്യാൻ ബി ഫിൽഡ് ഇൻ 5p3 ways. 5p3 രീതിയിൽ ഫില്ല് ചെയ്യാം. അപ്പോൾ ഒന്നുകൂടി ചിന്തിക്കുക. ആദ്യം പറഞ്ഞല്ലോ തൗസൻഡ്സ് പ്ലേസ് 5 രീതിയിൽ ചെയ്യാമെന്നാണ് പറഞ്ഞു. 6 ഡിജിറ്റ് ഉണ്ടെങ്കിലും 0 തൗസൻഡ്സ് പ്ലേസിൽ ഉപയോഗിക്കാൻ പറ്റാത്തത് കൊണ്ട് തൗസൻഡ്സ് പ്ലേസ് 5 waysൽ ഫില്ല് ചെയ്യാമെന്നും ബാക്കിയുള്ള 3 പ്ലേസുകൾ 5p3 waysൽ ഫില്ല് ചെയ്യാമെന്നോ പറഞ്ഞു. തൗസൻഡ്സ് പ്ലേസ് 5 waysലും ബാക്കിയുള്ള 3 പ്ലേസുകൾ 5p3 waysലും. ഇവിടെയാണ് നമ്മൾ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് അപ്ലൈ ചെയ്യുന്നത്. ഒരു കാര്യം എം രീതിയിലും മറ്റൊരു കാര്യം എൻ രീതിയിലും ചെയ്യാം എന്നുണ്ടെങ്കിൽ രണ്ടും ഒരുമിച്ച് എം ഇൻറ്റു എൻ വേസിൽ ചെയ്യാം. അതനുസരിച്ച് തൗസൻഡ്സ് പ്ലേസ് ക്യാൻ ബി ഫിൽഡ് ഇൻ 5 ways. The remaining 3 places can be filled in 5p3 ways. അപ്പോൾ ഇത് രണ്ടുകൂടെ ഒരുമിച്ചാവുമ്പോഴോ ബൈ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് രണ്ടുകൂടെ ഒരുമിച്ച് ഫില്ല് ചെയ്യുമ്പോൾ, ഒരുമിച്ച് ഫില്ല് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു 4 ഡിജിറ്റ് നമ്പർ ഫോം ചെയ്തു എന്നാണ്. അപ്പോൾ ആ അറേഞ്ച്മെൻറ്റുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 4 ഡിജിറ്റ് നമ്പറുകളുടെ എണ്ണം എന്നാണ്. അപ്പോൾ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് അനുസരിച്ച് നമ്പർ ഓഫ് 4 ഡിജിറ്റ് നമ്പേഴ്സ് ഫോംഡ് ഇഫ് ഡിജിറ്റ്സ് ആർ നോട്ട് റിപ്പീറ്റഡ് ഇസ് ഈക്വൽ ടു 5 into 5p3. ദാറ്റ് ഇസ് ഈക്വൽ ടു 5 into 5p3 എന്ന് പറഞ്ഞാൽ 5ൽ തുടങ്ങി 3 എണ്ണം. ദാറ്റ് ഈസ് 5 into 4 into 3. അപ്പോൾ 5 into 5 into 4 into 3 ദാറ്റ് ഈസ് 300. അപ്പോൾ ഈ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഈ 0 എന്ന ഡിജിറ്റ് കൂടി ഇത് കൂട്ടത്തിൽ ഉൾപ്പെട്ടത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റിയത്. ഇനി ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യുന്ന കേസ് പരിഗണിച്ച്, ഡിജിറ്റ്സ് റിപ്പീറ്റ് ചെയ്യുന്ന കേസിൽ ആദ്യം പറഞ്ഞത് തൗസൻഡ്സ് പ്ലേസ് ഫില്ല് ചെയ്യുന്നത് ഇതിലെ പോലെ തന്നെയാണ്. കാരണം 6 ഡിജിറ്റുകളുണ്ട്. അതിൽ തൗസൻഡ്സ് പ്ലേസിൽ 0 പറ്റില്ല. അപ്പോൾ തൗസൻഡ്സ് പ്ലേസ് 5 രീതിയിൽ തന്നെയാണ് ഫില്ല് ചെയ്യാൻ പറ്റുന്നത്. 5 waysൽ ഫില്ല് ചെയ്യാം. അപ്പോൾ തൗസൻഡ്സ് പ്ലേസ് ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഡിജിറ്റ് പോയല്ലോ അല്ലേ? പോവില്ല. എന്തുകൊണ്ടാണ്? അറേഞ്ച് ചെയ്യാം, റിപ്പീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഒരു ഡിജിറ്റ് പോകില്ല. അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യാമെന്ന് പറയുന്നതുകൊണ്ട് ഒരു ഡിജിറ്റ് കുറയ്ക്കേണ്ടതില്ല. അപ്പോൾ തൗസൻഡ്സ് പ്ലേസിൽ പക്ഷേ 5 waysലേ പറ്റൂ. എന്തുകൊണ്ടാണ്? തൗസൻഡ്സ് പ്ലേസിൽ 0 പറ്റാത്തത് കൊണ്ട് അത് 5 രീതിയിലേ പറ്റൂ. പക്ഷേ ഇനിയുള്ള പ്ലേസിലേക്ക് വരുമ്പോൾ നേരത്തെ പോലെ ആ തൗസൻഡ്സ് പ്ലേസിലെ ഡിജിറ്റിനെ ഒഴിവാക്കേണ്ടതില്ല. എന്തുകൊണ്ട്? ഡിജിറ്റ്സ് ക്യാൻ ബി റിപ്പീറ്റഡ് എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട്. അതുകൊണ്ട് 6 ഡിജിറ്റും ബാക്കിയുണ്ട്. ഫില്ല് ചെയ്യാൻ 3 സ്ഥാനവുമുണ്ട്. 6 ഡിജിറ്റ് 3 സ്ഥാനം. 6 ഡിജിറ്റ്സ് 3 places. നമുക്കറിയാമല്ലോ എണ്ണമുണ്ട്. 6 എണ്ണം അടുത്താണ് അറേഞ്ച് ചെയ്യുന്നത്. റെപ്പറ്റീഷൻ അലൗഡ് ആണെങ്കിൽ n raised to 6 ആണ്. അപ്പോൾ 6 raised to 3 ആണ്. വ്യത്യാസം മനസ്സിലായല്ലോ? റിപ്പറ്റീഷൻ പാടില്ല എന്ന് പറഞ്ഞെടുത്ത് എന്ത് സംഭവിക്കുന്നത്? തൗസൻഡ്സ് പ്ലേസ് ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഡിജിറ്റ് അങ്ങ് കുറയും. പിന്നെ 5 എണ്ണമേ ബാക്കിയുള്ളൂ, 3 സ്ഥാനം. അതുകൊണ്ടാണ് 5p3 എന്ന് വന്നത്. പക്ഷേ റെപ്പറ്റീഷൻ ആകാമെന്ന് പറയുമ്പോൾ തൗസൻഡ്സ് പ്ലേസിൽ ഫില്ല് ചെയ്ത് ഒഴിവാക്കേണ്ടതില്ല. അപ്പോൾ 6 ബാക്കിയുണ്ട്. നോക്കിയേ, ബി പാർട്ടിന് ആൻസറാണ് പറയുന്നത്. വി കനോട്ട് ഫിൽ തൗസൻഡ്സ് പ്ലേസ് വിത്ത് 0. Therefore തൗസൻഡ്സ് പ്ലേസ് ക്യാൻ ബി ഫിൽഡ് ഇൻ 5 ways. Now there are 3 places to fill. 3 സ്ഥാനം. തൗസൻഡ് പ്ലേസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി 3 പ്ലേസ് യൂസിങ് 6 ഡിജിറ്റ്സ്. എന്തുകൊണ്ടാണ് 6 വന്നത്? റെപ്പറ്റീഷൻ ആകാം. അപ്പോൾ ഫസ്റ്റ് ആദ്യത്തെ പ്ലേസിൽ 1000 പ്ലേസിൽ ഉപയോഗിച്ച ഡിജിറ്റ് വീണ്ടും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ 3 സ്ഥാനങ്ങളും 6 ഡിജിറ്റുകളും. അപ്പോൾ n raised to 6 ആണ്. ദിസ് ക്യാൻ ബി ഡൺ ഇൻ 6 raised to 3 ways. അപ്പം ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് അനുസരിച്ച് നമ്പർ ഓഫ് 4 ഡിജിറ്റ് നമ്പേഴ്സ് ഫോംഡ് ഇഫ് ഡിജിറ്റ്സ് ക്യാൻ ബി റിപ്പീറ്റഡ് ഈസ് ഈക്വൽ ടു എന്താണ്? ആദ്യം 1000 പ്ലേസ് 5 രീതിയിലും ബാക്കിയുള്ളത് 6 raised to 3 രീതിയിലുമാണ്. 5 into 6 raised to 3 എന്ന് വരും. അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1080. അപ്പോൾ ഈ നമ്പർ ഫോർമേഷൻ്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല എന്നാണെങ്കിൽ NPR ആണ്. റിപ്പീറ്റ് ചെയ്യാമെന്നാണെങ്കിൽ n raised to 6 ആണ്. 2, റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നിടത്ത് ഒരു പ്ലേസിൽ ഒരു ഡിജിറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഡിജിറ്റിൻ്റെ എണ്ണം കുറയും. എന്നാൽ റിപ്പീറ്റ് ചെയ്യാം എന്ന് പറയുമ്പോൾ ഒരു പ്ലേസിൽ ഒരു ഡിജിറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും അത് ഉപയോഗിക്കാം. അപ്പോൾ ഡിജിറ്റിൻ്റെ എണ്ണം കുറയുന്നില്ല. എത്ര ഡിജിറ്റ് ഉണ്ടോ അത് അങ്ങനെ തന്നെ നിൽക്കും. ഈ ഒരു വ്യത്യാസം മനസ്സിലാക്കിക്കൊണ്ട് വേണം നിങ്ങൾ പ്രോബ്ലം ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ചിന്തിക്കേണ്ട മറ്റൊന്നാണ് ഈ 0 കൂടി ഡിജിറ്റുകളുടെ കൂട്ടത്തിൽ 0 കൂടി ഉൾപ്പെടുന്ന കേസും ഡിജിറ്റുകളുടെ കൂട്ടത്തിൽ 0 ഉൾപ്പെടാത്ത കേസും അവിടെയും വ്യത്യാസമുണ്ട്. 0 ഉൾപ്പെടാത്ത കേസിൽ വേറെ ഒന്നും ചിന്തിക്കേണ്ടതില്ല. കാരണം എത്ര ഡിജിറ്റ് ഉണ്ട്, എത്ര
പ്ലേസ് ഉണ്ട്, അത് നോക്കി അങ്ങ് പറഞ്ഞാൽ മതി. റെപ്പറ്റേഷൻ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ NPR റെപ്പറ്റേഷൻ ഉണ്ടെങ്കിൽ N⁻²R അങ്ങനെ അങ്ങ് പറഞ്ഞാൽ മതി. പക്ഷേ 0യും കൂടി അക്കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണ്. 1000 പ്ലേസ് പ്രത്യേകം ഫില്ല് ചെയ്യണം, കാരണം അവിടെ 0 പറ്റൂല. ആദ്യം 1000 പ്ലേസ് ഫില്ല് ചെയ്യുന്ന എത്ര രീതിയിലാണെന്ന് പറയണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി പ്ലേസുകൾ ഫില്ല് ചെയ്യും. അവിടെ നമുക്ക് റെപ്പറ്റേഷൻ ഇല്ലെങ്കിൽ ഇല്ല എങ്കിൽ NPR റെപ്പറ്റേഷൻ ഉണ്ട് എങ്കിൽ N⁻²R ഉപയോഗിക്കാം. അപ്പോൾ നല്ലതുപോലെ ഈ പ്രോബ്ലം മനസ്സിലാക്കി ചെയ്യണം. മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതുപോലുള്ള ഏത് പ്രോബ്ലം വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. തേർഡ് ക്വസ്റ്റ്യൻ, ഇൻ ഹൗ മെനി വേയ്സ് ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് ഇക്വേഷൻ ക്യാൻ ബി. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഇത്തരം പ്രോബ്ലങ്ങളിൽ പലർക്കും ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്, ഇതുപോലെ സെൻറ്റൻസുകൾ എഴുതുക എന്ന് പറയുന്നത് ചിലർക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. പ്രത്യേകിച്ച് മലയാളം മീഡിയത്തിൽ പഠിച്ചവർക്ക് ചിലപ്പോൾ ഈ സെൻറ്റൻസുകൾ കൃത്യമായി എഴുതി പിടിപ്പിക്കുന്നത് പ്രയാസമായിട്ട് തോന്നും. അത് വിഷമിക്കേണ്ടതില്ല. ഈ സെൻറ്റൻസ് ഒന്നും എഴുതണമെന്നൊന്നും ഒരു നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് സെൻറ്റൻസുകൾ എഴുതാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി. ഇവിടെ ഇങ്ങനെ എഴുതാം, 1000 പ്ലേസ്, 100 പ്ലേസ്, 10 പ്ലേസ്, 1 പ്ലേസ് എന്ന് എഴുതിയിട്ട് ഇതൊന്നും എഴുതണ്ട. വി കനോട്ട് വിൽ 1000 പ്ലേസ് വിത്ത് 0 അങ്ങനെയൊന്നും എഴുതാതെ, നമുക്കറിയാമല്ലോ സംഭവിക്കുന്നത് എന്താണെന്ന്. 1000 പ്ലേസ് 0 പറ്റൂല, അതുകൊണ്ട് 1000 പ്ലേസ് 5 രീതിയിൽ പറ്റൂ എന്നെഴുതി. ഇവിടെ മുകളിൽ 5 വേയ്സ് എന്നങ്ങ് എഴുതിയാൽ മതി. വേറെ ഒന്നും ചെയ്യണ്ട. 1000 പ്ലേസ് ഇവിടെ മുകളിൽ 5 വേയ്സ് എന്ന് മാത്രം എഴുതിയാൽ മതി. ഇനി അടുത്ത 3 ഇട്ടിട്ട് ഒരു ചെറിയൊരു ബ്രാക്കറ്റ് പോലെ മറ്റോ ഇട്ടിട്ട് അവിടെ 5p3 വേയ്സ് എന്നങ്ങ് എഴുതിയാൽ മതി. വേറെ ഒരു കാര്യവും എഴുതേണ്ടതില്ല. ഈ സെൻറ്റൻസുകൾ എഴുതണമെന്ന് ഒരു നിർബന്ധമില്ല. 5 വേയ്സ് എന്നും 5p3 വേയ്സ് എന്നും, എന്നിട്ട് ലാസ്റ്റ് ആൻസർ മാത്രം എഴുതിയാൽ മതി. നമ്പർ ഓഫ് നമ്പേഴ്സ് ഈസ് ഈക്വൽ ടു 5 × 5p3 ഇങ്ങനെ എഴുതിയാൽ മതി. ഇങ്ങനെ എഴുതിയാലും അതിന് ഫുൾ മാർക്ക് തന്നെ തരാം, മാർക്ക് പോലും കുറയ്ക്കില്ല. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയത് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇത് എങ്ങനെയൊക്കെ വന്നു, ഞാൻ വെറുതെ 5 × 5p3 എന്ന് മാത്രം എഴുതി തന്നാൽ പിന്നെ നിങ്ങൾ കുറേ നാൾ കഴിഞ്ഞെടുത്ത് നോക്കുമ്പോൾ ഇതൊന്നും മനസ്സിലാവില്ല. ഇത് എവിടെ നിന്ന് വന്നു, എന്ത് വന്നു, എങ്ങനെ കിട്ടിയെന്നൊന്നും മനസ്സിലാവാതെ വരും. അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് സെൻറ്റൻസുകൾ എഴുതി നിങ്ങൾക്ക് എഴുതാൻ പറ്റുമെങ്കിൽ അങ്ങനെ എഴുതുക. ഇംഗ്ലീഷിൽ തന്നെ എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല, മലയാളത്തിലും എഴുതാം. മലയാളത്തിൽ എഴുതിയാലും മാർക്കൊന്നും കുറയ്ക്കില്ല, ഫുൾ മാർക്ക് തന്നെ തരും. ഇനി എഴുതാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒന്നും എഴുതണ്ട, ഈ പറഞ്ഞ രീതിയിൽ ആൻസർ എഴുതിയാൽ മതിയാവും. അപ്പോൾ നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇൻ ഹൗ മെനി വേയ്സ് ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് ഇക്വേഷൻ ക്യാൻ ബി അറേഞ്ച്ഡ്. എത്ര രീതിയിലാണ് ഇക്വേഷൻ എന്ന വേർഡിലെ ലെറ്റേഴ്സിനെ അറേഞ്ച് ചെയ്യാൻ പറ്റുന്നത്? അവിടെ ഇത്തരം ഈ വേർഡ് അറേഞ്ച്മെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോളാം. ആ വേർഡിലുള്ള ലെറ്റേഴ്സ് എല്ലാം ഡിഫറൻറ്റ് ലെറ്റേഴ്സ് ആണോ എന്ന് ശ്രദ്ധിച്ചോളാം. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതാണ്, NPR ഉപയോഗിക്കണമെങ്കിൽ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് ഓഫ് n ഡിഫറൻറ്റ് ഒബ്ജക്ട്സ് എന്ന ടേക്കൺ ആർ അറ്റ് എ ടൈം if repetitions are not allowed. അതാണ് NPR. ഡിഫറൻറ്റ് ലെറ്റേഴ്സ് ആണെങ്കിൽ NPR ഉപയോഗിക്കാൻ പറ്റൂ. അപ്പോൾ ഇവിടെ ഏതെങ്കിലും വേർഡ് തരുമ്പോൾ അതിനകത്ത് ലെറ്റർ ആവർത്തിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇപ്പോൾ മലയാളം MALA YALA അവിടെ ലെറ്റേഴ്സ് ആവർത്തിക്കുന്നുണ്ട്, ഡിഫറൻറ്റ് ലെറ്റേഴ്സ് അല്ല. അത്തരം പ്രോബ്ലം NPR ഉപയോഗിച്ച് ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ പിന്നീട് പഠിക്കും. അങ്ങനെയുള്ള പ്രോബ്ലംസ് ചെയ്യുന്ന മെത്തേഡ് പിന്നീട് നമ്മൾ പഠിക്കും. NPR ഉപയോഗിക്കണമെങ്കിൽ ഡിഫറൻറ്റ് ലെറ്റേഴ്സ് ആയിരിക്കണം. അപ്പോൾ ഇപ്പോൾ ഈ സെക്ഷനിൽ എല്ലാം അങ്ങനെയുള്ള തന്നെ ആയിരിക്കും തരുന്നത്. പക്ഷേ പരീക്ഷയ്ക്ക് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോളാം. ഇപ്പോൾ ഇവിടെ നോക്കാം, ഇക്വേഷനിൽ EQUATION ലെറ്റേഴ്സ് എണ്ണി നോക്കിയേ. 1 2 3 4 5 6 7 8 ലെറ്റേഴ്സ് ഉണ്ട്. ഇൻ ഹൗ മെനി വേയ്സ് ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് ഇക്വേഷൻ ക്യാൻ ബി അറേഞ്ച്ഡ്. എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാം? 8 ലെറ്റേഴ്സ് ഉണ്ട്, അറേഞ്ച് ചെയ്യാൻ 8 ഉപയോഗിക്കുക. എത്ര എണ്ണം പറഞ്ഞിട്ടില്ലല്ലോ. എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാം എന്ന് പറയുമ്പോൾ എല്ലാം എടുക്കുന്നു, എല്ലാം അറേഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ ആകെയുള്ള ലെറ്റേഴ്സിൻ്റെ എണ്ണം 8ആണ്. അറേഞ്ച്മെൻറ്റ് ഉപയോഗിക്കുന്നതും 8 തന്നെയാണ്. അപ്പോൾ NPRലെ N 8 R 8. അപ്പോൾ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് 8p8. There are 8 letters. ആൻസർ നോക്കി. അപ്പോൾ ഞാൻ ഫസ്റ്റ് പാർട്ടിന് ആൻസറാണ് പറയുന്നത്. ഇൻ ഹൗ മെനി വേയ്സ് ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് ഇക്വേഷൻ ക്യാൻ ബി അറേഞ്ച്ഡ് എന്ന് ഫസ്റ്റ് പാർട്ടിന് ആൻസറാണ് പറയുന്നത്. There are 8 letters. നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് ഇസ് ഈക്വൽ ടു 8p8. 8p8 എന്ന് പറയുന്നത് 8 ഫാക്ടോറിയൽ. 8 ഫാക്ടോറിയൽ നമുക്കറിയാമല്ലോ. 8 × 7 × 6 × 5 × 4 × 3 × 2 × 1. ഇറ്റ് ഈസ് 40,320. ഈ പ്രോബ്ലം ചോദിക്കുമ്പോൾ ഇങ്ങനെ ചോദിക്കുന്നതിന് പകരം ഇൻ ഹൗ മെനി വേയ്സ് ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് ഇക്വേഷൻ ക്യാൻ ബി അറേഞ്ച്ഡ് എന്ന് ചോദിക്കുന്നതിന് പകരം മറ്റൊരു രീതിയിൽ ചോദിക്കാം, ഹൗ മെനി വേർഡ്സ് ക്യാൻ ബി ഫോംഡ്. എത്ര വേർഡ്സ് ഫോം ചെയ്യാൻ പറ്റും? അവിടെ വേർഡ്സ് ഫോം ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങൾ അറിയേണ്ടത് അവിടെ മീനിങ് ഫുൾ വേർഡ്സ് എന്ന അർത്ഥത്തിലല്ല ആ ചോദ്യം ചോദിക്കുന്നത്. പിന്നെയോ ലെറ്റേഴ്സിൻ്റെ അറേഞ്ച്മെൻറ്റിനെ ഒരു വേർഡായിട്ട് അങ്ങ് കണക്കാക്കുന്നു. അപ്പോൾ എത്ര രീതിയിൽ ലെറ്റേഴ്സിനെ അറേഞ്ച് ചെയ്യാം? നമുക്ക് ഈ ലെറ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പല രീതിയിൽ അറേഞ്ച് ചെയ്യാമല്ലോ. ആ ഓരോ അറേഞ്ച്മെൻറ്റിനെ ഓരോ വേർഡായിട്ട് അങ്ങ് കണക്കാക്കുന്നു. അങ്ങനെ എത്ര വേർഡ് ഫോം ചെയ്യാം എന്ന് ചോദിച്ചാൽ എത്ര അറേഞ്ച്മെൻറ്റ് ഉണ്ടെന്ന് തന്നെയാണ് ചോദിക്കുന്നത്. അല്ല ഹൗ മെനി വേർഡ്സ് ക്യാൻ ബി ഫോംഡ് എന്ന് ചോദിക്കുമ്പോൾ അർത്ഥമുള്ള വേർഡ് വേണ്ടേ? അങ്ങനെ ചിന്തിക്കേണ്ട. അറേഞ്ച്മെൻറ്റ് എന്ന അർത്ഥത്തിൽ മാത്രം ചിന്തിച്ചാൽ മതി. അപ്പോൾ 8 ലെറ്റേഴ്സ് ഉണ്ട്. 8
8p8 രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് 8p8 = 8 ഫാക്ടോറിയൽ. ഇനി സെക്കൻഡ് പാർട്ടിന്റെ ആൻസർ നോക്കുക. ഹൗ മെനി ഓഫ് ദീസ് അറേഞ്ച്മെന്റ്സ് സ്റ്റാർട്ട് വിത്ത് ക്യൂ ആൻഡ് എൻഡ് വിത്ത് ടി? ഇതിൽ എത്ര അറേഞ്ച്മെന്റുകളാണ് സ്റ്റാർട്ട് വിത്ത് ക്യൂ ആൻഡ് എൻഡ് വിത്ത് ടി? ഇത്രയും 40,320 അറേഞ്ച്മെന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു, ആകെയുള്ള അറേഞ്ച്മെന്റ്. അതിൽ എത്ര അറേഞ്ച്മെന്റ്സ് ആണ് സ്റ്റാർട്ട് വിത്ത് ക്യൂ ആൻഡ് എൻഡ് വിത്ത് ടി, ക്യൂവിൽ തുടങ്ങി ടിയിൽ അവസാനിക്കുന്നതെന്നാണ് ചോദ്യം. അവിടെ അത് ചെയ്യാനായിട്ട് ഇപ്പം ക്യൂവിൽ തുടങ്ങണം, ടിയിൽ അവസാനിക്കണം. അതിന് നമ്മൾ ചെയ്യുന്നത് നോക്കിയാൽ ക്യൂവിൽ തുടങ്ങണം, ടിയിൽ അവസാനിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിന് ചെയ്യാൻ പോകുന്നത് 8 ലെറ്റേഴ്സാണ് ഉള്ളത്. അതിൽ ആദ്യത്തെ പൊസിഷനിൽ ക്യൂവിനെ അങ്ങ് ഫിക്സ് ചെയ്ത് വെക്കും. കാരണം ക്യൂവിൽ സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞല്ലോ. ലാസ്റ്റ് പൊസിഷനിൽ ടിയും ഫിക്സ് ചെയ്ത് വെച്ചു. അപ്പോൾ ഈ 8 ലെറ്ററുകളിൽ ഫസ്റ്റ് പൊസിഷനിൽ ക്യൂവും ലാസ്റ്റ് പൊസിഷനിൽ ടി. അപ്പോൾ ക്യൂ അങ്ങ് മാറി, ടി അങ്ങ് മാറി, 2 എണ്ണം മാറി. ആകെ 8 ലെറ്റേഴ്സ് ഉണ്ടായിരുന്നു, അതിൽ 2 എണ്ണം മാറിയാൽ ബാക്കി 6 എണ്ണം. ഇനി 6 എണ്ണത്തെ അറേഞ്ച് ചെയ്താൽ മതി. അപ്പോൾ ഇനിയിപ്പോൾ ആകെയുള്ള ലെറ്റേഴ്സിൻ്റെ എണ്ണം 6 ആണ്. അറേഞ്ച്മെൻറ്റ് എടുക്കുന്ന എണ്ണവും 6 തന്നെയാണ്, എല്ലാം ഉപയോഗിക്കുകയാണല്ലോ. അപ്പോൾ 6 NP6 എന്നും 6 6ഉം 6. അപ്പോൾ 6p6. അപ്പോൾ ഇത്തരത്തിൽ ക്വസ്റ്റ്യൻസ് വരും. ഏതെങ്കിലും ഒരു ലെറ്ററിൽ തുടങ്ങണം, അല്ലെങ്കിൽ ഏതെങ്കിലും ലെറ്ററിൽ അവസാനിക്കണം എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ ചെയ്യുന്ന രീതി ഇതാണ്. ചിലപ്പോൾ ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞ് ക്യൂവിൽ തുടങ്ങണം, ടിയിൽ അവസാനിക്കണമെന്ന്. ചിലപ്പോൾ പറയുകയാണ് ഹൗ മെനി വേർഡ്സ് സ്റ്റാർട്ട് വിത്ത് ക്യൂ എൻ എന്ന് ചോദിക്കും. അപ്പോൾ എന്ത് ചെയ്യും? ക്യൂ എൻ എന്ന് തുടങ്ങണം. അപ്പോൾ ആദ്യം ക്യൂവും രണ്ടാമത് എന്നും ഫിക്സ് ചെയ്യണം. ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കും. ചിലപ്പോൾ ക്യൂവിൽ തുടങ്ങണമെന്ന് മാത്രമായിരിക്കും പറയുക, ചിലപ്പോൾ ഏതെങ്കിലും ലെറ്ററിൽ അവസാനിക്കണമെന്നായിരിക്കും പറയുക. അപ്പോൾ ഏതെങ്കിലും ഒന്നിൽ തുടങ്ങണമെന്നോ ഏതെങ്കിലും ഒന്നിൽ അവസാനിക്കണമെന്നോ ഒക്കെ പറയുമ്പോൾ ആ തുടങ്ങുന്നത് അല്ലെങ്കിൽ അവസാനിക്കുന്നത് എന്ന് പറയുന്നതിനെ അവിടെ ഫിക്സ് ചെയ്ത് വച്ചിട്ട് ബാക്കി അറേഞ്ച് ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തത് ക്യൂവിനെ ആദ്യവും ടിയെ അവസാനവും ഫിക്സ് ചെയ്തു. ബാക്കി EUAION ആണുള്ളത്, 6 എണ്ണമുണ്ട്. ആ 6 എണ്ണത്തെ അറേഞ്ച് ചെയ്യുന്നത് നമുക്ക് എത്ര രീതിയിലാണ്? 6p6 രീതിയിലാണ് അറേഞ്ച് ചെയ്ത്. നോക്കിയേ, ടു ഫൈൻഡ് നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ബിഗിനിങ് വിത്ത് ക്യൂ ആൻഡ് number of arrangements beginning with Q and ending with T, fix Q in the first position and T in the last position and arrange the remaining 6 letters. Qനെ ഫസ്റ്റ് പൊസിഷനിലും ടിയെ ലാസ്റ്റ് പൊസിഷനിലും ഫിക്സ് ചെയ്യുമ്പോൾ 2 എണ്ണം പോയി, റെപ്പറ്റീഷനിലല്ലോ, 2 എണ്ണം പോയി. ബാക്കി 6 എണ്ണത്തെയാണ് അറേഞ്ച് ചെയ്യേണ്ടത്. Therefore, number of arrangements beginning with Q and ending with T is equal to 6p6. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് NPN, n ഫാക്ടോറിയൽ ആണ്. അപ്പോൾ 6p6 6 ഫാക്ടോറിയൽ ആണ്. ദാറ്റ് ഈസ് 6 × 5 × 4 × 3 × 2 × 1, ദാറ്റ് ഈസ് 720. അപ്പോൾ ഇത് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ചോദിച്ചു. അതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആയത്, ഹൗ മെനി 5 ഡിജിറ്റ്സ് ടെലഫോൺ നമ്പേഴ്സ് ക്യാൻ ബി ഫോംഡ് യൂസിങ് ദ ഡിജിറ്റ്സ് 0 1 2 3 4 5 6 7 ഇഫ് ദ നമ്പേഴ്സ് ബിഗിൻ വിത്ത് 67 ആൻഡ് നോ ഡിജിറ്റ് ഈസ് റിപ്പീറ്റഡ്? ടെലഫോൺ നമ്പർ ഫോം ചെയ്യാനാണ്. 5 ഡിജിറ്റ് ടെലഫോൺ നമ്പറാണ്. 67-ൽ സ്റ്റാർട്ട് ചെയ്യണം. 67-ൽ സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ 6ഉം 7ഉം ഫിക്സ് ചെയ്യണം. 6ഉം 7ഉം ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് 5 ഡിജിറ്റ് നമ്പർ മതി. 5 ഡിജിറ്റ് നമ്പർ എന്ന് പറയുമ്പോൾ 6ഉം 7ഉം 2 എണ്ണം ആയി കഴിഞ്ഞു. അപ്പോൾ ഇനി 3 ഡിജിറ്റ് മതി അല്ലേ? അപ്പോൾ ഫിക്സ് 67 ഇൻ ദ ഫസ്റ്റ് 2 പൊസിഷൻ. ദെൻ ബാക്കി 3 നമ്പേഴ്സാണ്, ഡിജിറ്റ്സ് ആണ് വേണ്ടത്. പക്ഷെ ആ 3 ഡിജിറ്റിൽ ഉപയോഗിക്കാൻ എത്ര ഡിജിറ്റ് ഉണ്ട്? ഇവിടെ നോക്കിയാൽ ഡിജിറ്റിൻ്റെ എണ്ണം ഒന്ന് എണ്ണി നോക്കിയേ. 0 1 2 3 4 5 8 എണ്ണം ഉണ്ട്. ആ 8 എണ്ണത്തിൽ 6ഉം 7ഉം ആദ്യത്തെ 2 പൊസിഷനിൽ എഴുതി കഴിഞ്ഞു. അപ്പോൾ ബാക്കി 6 എണ്ണമാണ് ബാക്കിയുള്ളത് അല്ലേ? ഫസ്റ്റ് 6ഉം 7ഉം എഴുതി കഴിയുമ്പോൾ ഇനി 6 ഡിജിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. 6 ഡിജിറ്റും 3 സ്ഥാനങ്ങളുമാണ്. അപ്പോൾ 6 നോ ഡിജിറ്റ് റിപ്പീറ്റഡ് പറയുന്നുണ്ട്, 6p3. അപ്പോൾ ആൻസർ എഴുതുമ്പോൾ അങ്ങനെ എഴുതണം, നമ്പർ ബിഗിൻ വിത്ത് 67. Therefore, fix 6 and 7 in the first 2 positions. Then there remains only 6 ഡിജിറ്റ്. ആകെ 8 ഡിജിറ്റ് ഉണ്ടായിരുന്നു, പക്ഷേ 6ഉം 7ഉം ഫിക്സ് ചെയ്യപ്പോൾ ഓൺലി 6 ഡിജിറ്റേ ബാക്കി ഉള്ളൂ. ഇനി ഉണ്ടാകേണ്ട ടെലിഫോൺ നമ്പർ 5 ഡിജിറ്റാണ്, പക്ഷേ അതിൽ 6ഉം 7ഉം ആദ്യം ഉപയോഗിച്ച് കഴിഞ്ഞതുകൊണ്ട് ഇനി 3 ഡിജിറ്റ് മതി. അപ്പോൾ 6 നമ്പറുകളും 3 സ്ഥാനങ്ങളും 6p3 എന്നെഴുതും. നോ ഡിജിറ്റ് റിപ്പീറ്റഡ് ആയതുകൊണ്ട് 6p3 എന്ന് എഴുതും. ഓക്കെ, ഇത് മനസ്സിലായല്ലോ? അപ്പോൾ അത് തനിയെ ചെയ്യാവുന്നതാണ്. അടുത്ത 5th ക്വസ്റ്റ്യൻ, ഹൗ മെനി വേർഡ്സ് ക്യാൻ ബി ഫോംഡ് യൂസിങ് ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് മൺഡേ ഇഫ് 4 പാർട്ടുണ്ട് ക്വസ്റ്റ്യൻ, 3 പാർട്ടുണ്ട്. അതിൽ ആദ്യ പാർട്ട് 4 ലെറ്റേഴ്സ് ആർ യൂസ്ഡ് അറ്റ് എ ടൈം,
ബി പാർട്ട് ഓൾ ലെറ്റേഴ്സ് ആർ യൂസ്ഡ് അറ്റ് എ ടൈം. അത് എളുപ്പമാണ്. ആദ്യത്തെ രണ്ട് പാർട്ട് വളരെ ഈസിയാണ്. ഹൗ മെനി വേർഡ്സ് ക്യാൻ ബി ഫോംഡ്, എത്ര വേർഡ് ഫോം ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വേർഡ് ഫോം ചെയ്യുക എന്ന് പറയുമ്പോൾ അർത്ഥമുള്ള വേർഡെന്ന ഉദ്ദേശത്തിലല്ല പറയണത്. പിന്നെയോ അറേഞ്ച്മെൻറ്റ് ഓഫ് ലെറ്റേഴ്സ് എന്ന അർത്ഥം മാത്രമേ അതിനുള്ളൂ. അല്ലാതെ മൺഡേ എന്ന വേർഡിൽ അങ്ങോട്ട് അറേഞ്ച് ചെയ്യുമ്പോൾ അർത്ഥമുള്ള എത്ര വാക്കുകൾ ഉണ്ടാവും? ഇല്ല, അർത്ഥമുള്ള ഒരു വാക്കും ഉണ്ടാകുന്നില്ല. മൺഡേ മാത്രമേ ഉള്ളൂ, വേറെ ഒരു വേർഡ് ഉണ്ടാകുന്നില്ല. അതല്ല ഉദ്ദേശിക്കുന്നത്. പിന്നെയോ അറേഞ്ച്മെൻറ്റ് ഓഫ് ലെറ്റേഴ്സ് എത്ര രീതിയിൽ പറ്റുന്ന. ഇവിടെ നോക്കുക, എത്ര ലെറ്റേഴ്സ് ഉണ്ട് ഇതിനകത്ത്? 6 ഉണ്ട്. ഇവിടെ ശ്രദ്ധിച്ചുകൊള്ളണം, ഡിഫറൻറ്റ് ലെറ്റേഴ്സ് ആണോ എന്ന് ശ്രദ്ധിച്ചോളൂ. അപ്പോൾ ഇവിടെ ഈ സെക്ഷനിലെല്ലാം അങ്ങനെയുള്ളതേ തരുന്നുള്ളൂ, കാരണം ആ ടൈപ്പ് മാത്രമാണ് നമുക്ക് ചെയ്യുന്നത്. ഡിഫറൻറ്റ് അല്ലാത്ത നമ്മൾ ഇനി പഠിക്കാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ പരീക്ഷയ്ക്ക് വരുമ്പോൾ അങ്ങനെയല്ലല്ലോ, ഇതിലേതും വരാമല്ലോ. അപ്പോൾ അവിടെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഡിഫറൻറ്റ് ലെറ്റേഴ്സ് ആണോ ആണ്. 6 ഡിജിറ്റ്സ് ഉണ്ട്. 6 ഡിജിറ്റ്സ് അല്ല, 6 ലെറ്റേഴ്സ് ഉണ്ട്. എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാം? അതിൽ ആദ്യം ചോദിക്കുന്ന 4 ലെറ്റേഴ്സ് ആർ യൂസ്ഡ് അറ്റ് എ ടൈം. അത് എളുപ്പമല്ലേ? 6 ഉണ്ട്, ഒരു സമയത്ത് 4 ഉപയോഗിക്കുന്നു. അത് 6p4. ഇപ്പോൾ എ പാർട്ടിന് ആൻസർ അത്രയേ ഉള്ളൂ, 6p4. ബി പാർട്ട് ഓൾ ലെറ്റേഴ്സ് ആർ യൂസ്ഡ് അറ്റ് എ ടൈം. 6 ഉണ്ട്, 6 ഉപയോഗിക്കുന്നു. അപ്പോൾ 6p6, ദാറ്റ് മീൻസ് 6 ഫാക്ടോറിയൽ. അപ്പോൾ എ പാർട്ടിൻ്റെയും ബി പാർട്ടിൻ്റെ ആൻസർ നമുക്ക് വളരെ ഈസി ആയിട്ട് പറയാം. ഉണ്ട്, there are 6 letters. Number of words formed if 4 letters are used at a time is equal to 6p4. That means 6ൽ തുടങ്ങി 4 6 into 5 into 4 into 3. Number of words formed if all letters are used at a time 6p6 ആണ്. That means 6 ഫാക്ടോറിയൽ ആണ്. That is 6 into 5 into 4 into 3 into 2 into 1 ആണ്. അത് 720 ആണ്. ഇനി നമുക്ക് സി പാർട്ടിലേക്ക് വരാം. ഓൾ ലെറ്റേഴ്സ് ആർ യൂസ്ഡ് അറ്റ് എ ടൈം ബട്ട് ദ ഫസ്റ്റ് ലെറ്റർ ഈസ് എ വൗവൽ. എല്ലാ ലെറ്ററും യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഫസ്റ്റ് ലെറ്റർ വൗവൽ ആയിരിക്കണം. എങ്കിൽ എങ്ങനെ? നമുക്കത് നോക്കാം. ശ്രദ്ധിക്കുക, മൺഡേ എന്ന വേർഡിലേക്ക് നമുക്ക് നോക്കാം. ഇവിടെ ഏതൊക്കെയാണ് വൗവൽസ് ഉള്ളത്? ഓയും എയുമാണ് വൗവൽസ്, 2 വൗവൽസ്. അല്ലാത്തതൊക്കെ എം, എൻ, ഡി, വൈ, 4 മറ്റ് ലെറ്റേഴ്സ് 4. അപ്പോൾ ഈ 6 ഉപയോഗിക്കുന്നു പറയുന്നുണ്ട്, പക്ഷെ ഫസ്റ്റ് ലെറ്റർ വൗവലായിരിക്കണം എന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക. ഫസ്റ്റ് ലെറ്റർ വൗവൽ ആവണമെങ്കിൽ ഒന്നാമത്തെ സ്ഥാനത്ത് വൗവൽ ഉപയോഗിക്കണം. പക്ഷെ വൗവൽ എത്ര എണ്ണം ഉണ്ട്? 2 ഉണ്ട്. അപ്പോൾ ആ 2 നിന്നാണ് ഒരു വൗവൽ എടുക്കേണ്ടത്. ഒന്നാമത്തെ സ്ഥാനത്ത് മാത്രമേ വൗവൽ വേണമെന്ന് പറഞ്ഞിട്ടുള്ളൂ. 2 മുതലുള്ള സ്ഥാനത്ത് വൗവലോ കൺസണൻറ്റോ എന്തുമാകാം. അപ്പോൾ 2 വൗവൽസ് ഉണ്ട്, ഓയും എയും. അതിൽ നിന്ന് ഫസ്റ്റ് പൊസിഷനിൽ വൗവൽ ഉണ്ടാവണം. ദാറ്റ് മീൻസ് ഒന്നാമത്തെ സ്ഥാനത്ത് വൗവൽ ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? ഈ 2 നിന്ന് ഒരെണ്ണം എടുത്ത് അറേഞ്ച് ചെയ്താൽ പോരെ? അപ്പോൾ ആകെ 2 ഒരെണ്ണം അറേഞ്ച് ചെയ്യണം. അപ്പോൾ 2p1 ആദ്യത്തെ പൊസിഷനിൽ അറേഞ്ച്മെൻറ്റ് എണ്ണമാണ് 2p1. അല്ലെങ്കിൽ 2 എന്ന് പറഞ്ഞാലും മതി, കാരണം ഈ 2 ഏത് വേണമെങ്കിലും അവിടെ ഉപയോഗിക്കാമല്ലോ. അപ്പോൾ 2 നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ് 2 എന്ന് പറഞ്ഞാലും മതി. 2p1 2 തന്നെയാണല്ലോ. ഇനി ബാക്കി ആ ഒന്നാമത്തെ സ്ഥാനം ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ 1 2 3 4 5 ഇനി 5 സ്ഥാനങ്ങളുണ്ട്. എത്ര ലെറ്റേഴ്സ് ഉണ്ട്? നിങ്ങൾക്ക് 6 ലെറ്റേഴ്സ് ഉണ്ടായിരുന്നല്ലോ. അതിൽ ഒന്നാമത്തെ സ്ഥാനത്ത് 1 ലെറ്ററല്ലേ ഉപയോഗിച്ചുള്ളൂ. 2 വൗവൽ ഉണ്ടെങ്കിലും അത് ഒരെണ്ണമല്ലേ ഒന്നാമത്തെ സ്ഥാനത്ത് ഉപയോഗിച്ചുള്ളൂ. അപ്പോൾ ഒരെണ്ണം ബാക്കിയുണ്ടല്ലോ, ആ ഒരു വൗവൽ ബാക്കിയുണ്ട്. ബാക്കി 4 ചേർത്ത് 5 ലെറ്റർ ബാക്കിയുണ്ട്. 5 ലെറ്ററുമുണ്ട്, 5 സ്ഥാനങ്ങളുമുണ്ട്. അപ്പോൾ 5p5 എന്ന് വരും. അപ്പോൾ ഒന്നാമത്തെ സ്ഥാനത്ത് 2p1 ആണ്, കാരണം 2 വൗവലിൽ നിന്ന് ഒരെണ്ണം ഉപയോഗിക്കുന്നു, അതുകൊണ്ട് 2p1. ബാക്കി 5 സ്ഥാനങ്ങൾ, ആ 5 സ്ഥാനങ്ങളിലേക്ക് 5 ലെറ്റർ ബാക്കിയുണ്ട്, കാരണം 6 ലെറ്ററിൽ ഒരെണ്ണം ഒന്നാമത്തെ സ്ഥാനത്ത് ഉപയോഗിച്ച് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള 5 സ്ഥാനം അവിടെ ഇനി വൗവലാണോ വൗവലല്ലേ അങ്ങനെയുള്ള നോക്കേണ്ടതില്ല, എല്ലാം നോക്കാം. ആ ഉപയോഗിച്ച ഒരെണ്ണത്തെ മാത്രം മാറ്റി നിർത്തിയാൽ മതി. അപ്പോൾ 5 ലെറ്റേഴ്സും 5 സ്ഥാനങ്ങളുമാണ്. അപ്പോൾ എന്ത് വരും? അത് 5p5 എന്ന് വരും. അപ്പോൾ നോക്കാം കണ്ടോ. There are 2 vowels in this word. First position can be filled in 2p1 ways. 2p1, np1, n തന്നെയാണ്, 2p1 2 തന്നെയാണ്. After filling first position, there are 5 letters and 5 places to fill. It can be done in 5p5. That means 5 factorial ways. അപ്പോൾ fundamental principle of counting അനുസരിച്ച് number of arrangements in which first letter is a vowel is equal to 2p1 into 5 factorial. 2p1 2 np1 is equal to n. അപ്പോൾ 2p1 is equal to 2 into 5 factorial means 5 into 4 into 3 into 2 into 1 240 എന്ന് കിട്ടും. അപ്പോൾ 6ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തരാൻ പോവാം. ഇൻ ഹൗ മെനി വേസ്, ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം എന്നിട്ടേ തരുന്നുള്ളൂ, നിങ്ങൾ ചെയ്യുക. ഇൻ ഹൗ മെനി വേസ് ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് ഇക്വേഷൻ ക്യാൻ ബി അറേഞ്ച്ഡ് ഇഫ് ദ ഫസ്റ്റ് 2 ലെറ്റേഴ്സ് ആർ വൗവൽസ്. ഇക്വേഷൻ എന്ന വേർഡിനെ അറേഞ്ച് ചെയ്യണം, ഫസ്റ്റ് 2 ലെറ്റേഴ്സ് വൗവലായിരിക്കണം. നമുക്കൊന്ന് നോക്കാം. ഇക്വേഷൻ എന്ന വേർഡ് നോക്കിയേ, അതിൽ ഏതൊക്കെയാണ് വൗവൽസ് ഉണ്ട്? ഇ ഉണ്ട്, യു ഉണ്ട്, എ ഉണ്ട്, ഐ ഉണ്ട്, ഒ ഉണ്ട്. 5 വൗവൽസ് ഉണ്ട്.
പിന്നെ അത് കൂടാതെ ബാക്കി 3 ലെറ്റേഴ്സ് QTN 3 ലെറ്റേഴ്സ്. ഇവിടെ ഫസ്റ്റ് ലെറ്റർ വൊവൽ ആയിരിക്കണമെന്നാണ് പറഞ്ഞത്. ഫസ്റ്റ് 2 ലെറ്റേഴ്സ് വൊവൽ ആയിരിക്കണമെന്നാണ് പറഞ്ഞത്. അങ്ങനെയല്ലേ പറഞ്ഞത്? ഫസ്റ്റ് 2 ലെറ്റേഴ്സ് ആർ വൊവൽസ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആകെ 5 എണ്ണമാണ് വൊവൽസ് ഉള്ളത്. ആ 5 എണ്ണത്തിൽ നിന്ന് 2 എണ്ണം ആദ്യത്തെ 2 സ്ഥാനങ്ങൾ, ഫസ്റ്റ് 2 ലെറ്റേഴ്സാണ് വൊവലാവേണ്ടത്. അപ്പോൾ ആദ്യത്തെ 2 സ്ഥാനങ്ങളാണ് ഫില്ല് ചെയ്യേണ്ടത്. അത് വൊവലാവണം. വൊവൽ 5 എണ്ണമാണുള്ളത്. അപ്പോൾ ആ 5 വൊവലുകളിൽ നിന്ന് 2 വൊവൽ എടുത്ത് ആദ്യത്തെ 2 സ്ഥാനങ്ങൾ അറേഞ്ച് ചെയ്യണം. അത് 5P2 ആണ്. അതൊക്കെ ഇനി അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നോക്കുക, നമുക്ക് 8 ലെറ്റേഴ്സ് ഉണ്ട്. അതിൽ നമ്മൾ 2 എണ്ണം ഉപയോഗിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇനി 6 ലെറ്റേഴ്സ് ബാക്കിയുണ്ട്. സ്ഥാനങ്ങളും 6 തന്നെയാണ്. 2 സ്ഥാനമല്ലേ ഫില്ല് ചെയ്തുള്ളൂ. 6 എണ്ണമാണ്. അപ്പോൾ 6 ലെറ്റേഴ്സും 6 സ്ഥാനവുമാണ്. അപ്പോൾ 6P6. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരുമിച്ചാകുമ്പോൾ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് അനുസരിച്ച് രണ്ടും ഒരുമിച്ച് ചെയ്യണമല്ലോ. ആദ്യത്തെ 2 സ്ഥാനം മാത്രം ഫില്ല് ചെയ്താൽ പോരാ. ആദ്യത്തെ 2 സ്ഥാനം വൊവൽ ഉപയോഗിച്ച് ഫില്ല് ചെയ്യുന്നു, തുടർന്ന് ബാക്കിയുള്ള സ്ഥാനങ്ങൾ ഫില്ല് ചെയ്യുന്നു. ഇത് രണ്ടും ഒരുമിച്ച് ചെയ്യുമ്പോഴല്ലേ കംപ്ലീറ്റ് അറേഞ്ച്മെൻ്റ് ആവത്തുള്ളൂ. അപ്പോൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് അനുസരിച്ച് എന്താണ്, ഒരു കാര്യം M രീതിയിലും മറ്റൊന്ന് N രീതിയിലും ആണെങ്കിൽ രണ്ടും ഒരുമിച്ച് M×N രീതിയിലാണ്. അപ്പോൾ 5P2 × 6P6 എന്ന് വരും. അങ്ങനെ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് in which first 2 letters are vowels is equal to 5P2 × 6P6. നിങ്ങളിത് ചെയ്യാൻ ശ്രമിക്കുക. ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ അത് പ്രോബ്ലം ഞാൻ ചെയ്ത് തരാം. ഇത് ഒരു കാര്യം കൂടി പറയട്ടെ. നമ്മൾ കഴിഞ്ഞ 3 ചാപ്റ്ററുകൾ നമ്മൾ പഠിച്ചു. ആ 3 ചാപ്റ്ററുകൾ വളരെ എളുപ്പമുള്ള ചാപ്റ്ററുകളായിരുന്നു. ആ ഒരു 3 ചാപ്റ്റർ സെറ്റും റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസും ലീനിയർ ഇൻഇക്വാളിറ്റീസും ഒക്കെ ഈസി ചാപ്റ്റേഴ്സ് ആയിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ നമ്മൾ പൊതുവേ മാത്തമാറ്റിക്സിനെ കുറിച്ച് +1 മാത്സ് വളരെ എളുപ്പം എന്നൊരു ധാരണ ഉണ്ടായി. പക്ഷേ ഈ ഒരു ചാപ്റ്റർ അത്ര ഈസി അല്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫൊന്നുമല്ല. പക്ഷേ റെഗുലറായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി അതാത് ദിവസത്തെ പഠിച്ച് അങ്ങനെ പോയില്ല എന്നുണ്ടെങ്കിൽ ഈ ചാപ്റ്റർ നമുക്ക് ബുദ്ധിമുട്ടാവും. മാർക്ക് നഷ്ടപ്പെടുന്ന ഒരു ചാപ്റ്ററാണിത്. ശ്രദ്ധിച്ച് ചെയ്തില്ല എങ്കിൽ നമുക്ക് അബദ്ധങ്ങൾ പറ്റിപ്പോലും മാർക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ചാപ്റ്ററാണ്. ആ പ്രാധാന്യത്തോട് കണ്ടുകൊണ്ട് നല്ല ക്ലിയറായിട്ട് അതാത് ദിവസം ഇത് പഠിച്ച് പോകുക. നമുക്ക് ഇനിയും പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ 3 ക്ലാസ്സുകളിൽ പഠിപ്പിച്ച കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ അടുത്ത ക്ലാസ്സിലേക്കും വരേണ്ടത്. ഓക്കെ, താങ്ക്സ്.